പറഞ്ഞത് രാഷ്ട്രീയ DNA, അതിനെ ജൈവപരമായി കണക്കാക്കരുത്. PV അൻവറിനെ ന്യായീകരിച്ച് CPM സംസ്ഥാന സെക്രട്ടറി. രാഹുൽ ഗാന്ധിക്കെതിരെ PV അൻവർ നടത്തിയത് വെറും പൊളിറ്റിക്കൽ DNA പരാമർശമാണെന്നും അതിലാരും ആശങ്കപ്പെടേണ്ടെന്നും CPM സംസ്ഥാന സെക്രട്ടറി M ഗോവിന്ദൻ തന്റെ നിലപാട് വ്യക്തമാക്കി. അല്ലാതെ അതിനൊരു ജൈവപ്രയോഗമായി കാണേണ്ടതില്ലെന്നും M ഗോവിന്ദൻ പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20 മണ്ഡലങ്ങളിലും വിജയപ്രതീക്ഷയോടെയാണ് LDF നേരിട്ടത്. മികച്ച പ്രവർത്തനം കാഴ്ചവെക്കാൻ LDFന് കഴിഞ്ഞു. ഇടതുമുന്നണിക്ക് വൻ ജനപിന്തുണയാണ് ഉള്ളത്. പുതിയ ജനവിഭാഗങ്ങളിലേക്ക് ആത്മവിശ്വാസത്തോടെ ഇറങ്ങാനായി. ഒരിക്കലും അനുകൂലിക്കാത്തവർ വരെ ഇടതുമുന്നണിയെ വിശ്വാസത്തിലെടുക്കുന്നുണ്ട്. BJPക്കെതിരായ നിലപാടാണ് എല്ലാവരുടെയും പ്രതീക്ഷ. BJP അധികാരത്തിൽ നിന്നും പുറത്താക്കാൻ വലിയ പങ്ക് വഹിക്കുന്ന സംസ്ഥാനം കേരളമാകും. കേരളത്തിൽ BJPക്ക് ഒരു സീറ്റും നേടിയിട്ടില്ലെന്ന് മാത്രമല്ല, 2ാം സ്ഥാനത്ത് പോലും എത്തിയില്ലെന്നും M ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു. കൂടാതെ മുസ്ലിം വിഭാഗത്തിനെതിരായി വർഗീയ കലാപം ഇളക്കിവിടാവുന്ന വിധം മതഭ്രാന്താണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രമിക്കുന്നുവെന്നും മോദി പച്ചയായി വർഗീയത പറയുന്നു. പ്രധാനമന്ത്രിയുടെ നടപടി സമനില തെറ്റൽ മാത്രമല്ല, വർഗീയ ഭ്രാന്ത് കൂടിയാണ്. 1ാം ഘട്ട വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോൾ തോൽവി ഭയമാണ് ഇതിന് പിന്നിലെന്നും M ഗോവിന്ദൻ വിമർശിച്ചു. കൂടാതെ മുസ്ലിം വിഭാഗത്തിനെതിരായി വർഗീയ കലാപം ഇളക്കിവിടാവുന്ന വിധം മതഭ്രാന്താണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രമിക്കുന്നുവെന്നും മോദി പച്ചയായ വർഗീയത പറയുന്നു. പ്രധാനമന്ത്രിയുടെ നടപടി സമനില തെറ്റൽ മാത്രമല്ല, വർഗീയ ഭ്രാന്ത് കൂടിയാണ്. 1ാം ഘട്ട വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോൾ തോൽവി ഭയമാണ് ഇതിന് പിന്നിലെന്നും M ഗോവിന്ദൻ വിമർശിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൂറ് BJPയോടാണെന്നും BJPക്കെതിരെ ചെറുവിരൽ അനക്കുന്നില്ലെന്നും CPM കുറ്റപ്പെടുത്തി. വടകരയിലെ അശ്ലീല സംഘത്തെ കോൺഗ്രസ് നേതൃത്വവും സ്ഥാനാർത്ഥിയും പ്രോത്സാഹിപ്പിക്കുന്നുവെന്നും കേരളത്തിൽ ജയിക്കുന്ന ആദ്യ ഇടതുപക്ഷ സ്ഥാനാർത്ഥി KK ശൈലജയായിരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.